കുഞ്ചൂസിൻ്റെയും ധ്രുവിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് ചിലർ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിലതുണ്ടല്ലോ, പറയാതെ അറിയാൻ കഴിയുന്നവ. അതായിരുന്നു ഇവിടെയും. അച്ഛനെയും മകനെയും എല്ലാവരും മാറി മാറി നോക്കി. സർവാഭരണ വിഭൂഷിതയായി ചിരിച്ചു കുഴിഞ്ഞു വരുന്ന ഗായത്രി പാർവണയെ കണ്ടതും മുഖത്ത് ദേഷ്യമൊന്നും നിറഞ്ഞിരുന്നു. വെറുമൊരു കോട്ടൺ സാരിയിൽ തന്നേക്കാൾ 10 മടങ്ങ് സുന്ദരിയാണ് പാർവണയെന്ന് അവൾക്ക് തോന്നി. വെറുമൊരു പൊട്ടു മാത്രമാണ് ആ മുഖത്തെ അലങ്കാരം. എന്നിട്ടും അവൾ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പകയോടെ നോക്കി നിന്നു. ലതിക ചേച്ചിയാണ് കുഞ്ചൂസിനെയും എടുത്ത് നിന്നിരുന്നത്. ധ്രുവ് മെല്ലെ അവരുടെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ ഫോർമലായി ചോദിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കുഞ്ചൂസ് ധ്രുവിൻ്റെ കയ്യിലേക്ക് ചാടിയത്. കുഞ്ഞിനെ കയ്യിലെടുത്ത മുതൽ വല്ലാത്തൊരു ഭാവം മനസ്സിൽ വന്ന് മൂടിയിരുന്നു ധ്രുവിന്. രക്തത്തെ തിരിച്ചറിയുന്നത് പോലെ. കുഞ്ഞ് നെറ്റിയിൽ ചുണ്ടമർത്തുമ്പോൾ ആ കുഞ്ഞിക്കൈ ധ്രുവിൻ്റെ താടിയിൽ കുസൃതിയോടെ ബലമായി പിടിച്ചിരുന്നു. തന്നിലെ പിതൃഭാവം തുടികൂട്ടുന്നത് ധ്രുവ് അറിഞ്ഞു. പെട്ടെന്നാണ് പാർവണ അത് കണ്ടത്. തൻ്റെ കുഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ. അവനെ അംഗീകരിച്ചാണ് ഇതെങ്കിൽ ഇന്നേറെ സന്തോഷിച്ചതിനെ ആ പാവം പെണ്ണ്. പക്ഷേ ഇതൊരു നോവായി അവൾക്ക്. ഒരിക്കലും തൻ്റെ മകന് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് അവൻ്റെ അച്ഛൻ്റെ സ്നേഹം. നേരെ നിന്നൊന്ന് പറയാൻ നിങ്ങളാണ് ഇവൻ്റെ അച്ഛനെന്ന്. താനും അതിന് അശക്തിയാണ്. അല്ലെങ്കിലും തന്നെ കാണുന്നത് പോലും വെറുക്കുന്ന ഒരു മനുഷ്യനോട് എന്തു പറഞ്ഞാൽ അയാൾ അവനെ അംഗീകരിക്കും? വേണ്ട, എൻ്റെ കുഞ്ഞിന് അയാളുടെ ഒരു ദയയും വേണ്ടെന്ന് കരുതി കുഞ്ഞിനെ വാങ്ങാൻ ധൃതിയിൽ ചെന്നു. പെട്ടെന്നാണ് വന്നതിൽ ആരോ ധ്രുവിനടുത്തെത്തിയത്. ശ്രീധ്രുവ്, യുവർ സൺ എക്സാക്ട്ലി ലൈക്ക് യു. ഒരു പതർച്ചയോടെ ധ്രുവ് താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് പാർവണ അടുത്തേക്ക് വന്നതും കുഞ്ഞിനെ മേടിച്ചതും. നമസ്തേ മിസ്സസ് ശ്രീധ്രുവ്, ഐ ആം ലക്ഷ്മണ നന്ദിലാൽ, ധ്രുവ്സ് ഫ്രണ്ട് കം ബിസിനസ് പാർട്ട്ണർ. അയാൾ സംബോധന ചെയ്തത് കേട്ട് ഓഫീസിൽ നിന്നും വന്നവർ അടക്കി ചിരിക്കുകയായിരുന്നു. പാർവണ പരവേശത്തോടെ ശ്രീയേട്ടനെ നോക്കി. യാതൊരുവിധ ഭാവവ്യത്യാസവും കൂടാതെ, അവളെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ വന്നയാളിനെ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ച് കൊണ്ടുപോയിരുന്നു ധ്രുവ്. പാർവണയുടെ ഭയം കണ്ട് ഒരു പുഞ്ചിരി ധ്രുവിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു. അവൾ മെല്ലെ ഓഫീസ് സ്റ്റാഫുകളെ നോക്കി ഭയത്തോടെ ഒന്ന് ചിരിച്ചു. അർത്ഥം വെച്ചുള്ള മൂളലും അടക്കി പിടിച്ചുള്ള ചിരിയും മറുപടിയായി കിട്ടിയപ്പോൾ മിഴികൾ നിറയാൻ തുടങ്ങിയിരുന്നു. വേഗം ഹരിസാറിനോട് ചിരിച്ച് സംസാരിക്കുന്ന ജെനിയുടെ അടുത്തേക്ക് എത്തി പാറു. എന്താടേ, എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞത്? ഒന്നുമില്ല, നമുക്ക് പോവാൻ ജെനി. ഇപ്പൊ തന്നെയോ? വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. പാറു മോശമല്ലേ? ഓക്കെ, എന്നാ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഹരി അകത്തേക്ക് പോയി. ജെനി ഓരോരുത്തരും പറയണത് കേട്ട് തൊലി ഉരിയ. എന്തു പറഞ്ഞു എന്നാ? മോൻ അയാളെ പോലാണെന്ന്. ഇനി എന്തൊക്കെയാ എനിക്ക് ആകെ പേടിയാവണു ജെനി. ഉള്ള മരുന്നും കൊടുത്ത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്ക് അവൻ്റെ ഒരു പനി. അതെങ്ങനെ? അയാളുടെ അല്ലേ? ആ യെസ്, നീ പറഞ്ഞതിലുണ്ട് എല്ലാം. അയാളുടെ കുഞ്ഞ് അയാളെ പോലെയല്ലേ ഇരിക്കുക. ജെനി പോവാടാ. ഓക്കെ, നമുക്ക് ഹരിസാറിനോട് പറഞ്ഞിട്ട് പോവാം. പാർവണിയും ജെനിയും കൂടെ അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു ആരോടെ സംസാരിച്ചു നിൽക്കുന്ന ഹരിയെ. കുഞ്ചൂസിനെ വാങ്ങി ജെനി ഹരിയുടെ അടുത്തേക്ക് പോയി. അവളെയും കാത്തു നിൽക്കായിരുന്നു പാർവണ. വീണമോളെ, പെട്ടെന്നാണ് പുറകിൽ നിന്നും വിളി കേട്ടത്. അങ്ങനെ ഒന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഞെട്ടിപ്പിടിഞ്ഞ് തിരിഞ്ഞപ്പോൾ കണ്ടു ഗൗരിയമ്മയെ, ശ്രീയേട്ടൻ്റെ അമ്മ. പണ്ട് മാധവൻ മാമിയുടെ കൈപിടിച്ച് വരുന്ന കാപ്പിപ്പൊടി കണ്ണ് തൻ്റെ പുറകിലായി ഗൗരിയമ്മയും ഉണ്ടാവാറുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. അമ്മയുടെ മരണശേഷം ഒത്തിരി തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. തന്നെ ഒത്തിരി സ്നേഹമായിരുന്നു. കണ്ണിൽ കുരുന്നു നീർത്തുള്ളികൾ പിടിച്ച് അവർ പാർവണയുടെ അരികിലെത്തി. അമ്മയുടെ പുറകെ മോളുടെ അച്ഛനും. ഗൗരിയമ്മ അറിഞ്ഞു വീണമോളെ. പക്ഷെ അന്നത്തെ ഞങ്ങളുടെ അവസ്ഥ അതൊക്കെ പോട്ടെ. എൻ്റെ വീണമോൾക്ക് സുഖല്ലേ? സുഖ മാധവ മാമ. പെട്ടെന്ന് ഗൗരിയമ്മയുടെ മിഴികൾ നിറഞ്ഞു തൂവി. മഞ്ചേട്ടൻ, നിന്റെ മാധവ മാമ നമ്മളെ വിട്ടുപോയി. 1 വർഷം കഴിഞ്ഞു. പാർവണിയുടെ മിഴികളും നിറഞ്ഞു. പെട്ടെന്ന് അവൾ കണ്ടു ദൂരെ ആരോടൊക്കെയോ സംസാരിക്കുമ്പോഴും തന്നിലേക്ക് പാളി വീഴുന്ന 2 കടുങ്കാപ്പി മിഴികൾ. ഹരിയുമായി കുറേ നേരത്തെ സംസാരത്തിന് ശേഷം ജെന്നി കുഞ്ചൂസിനെ പാർവണയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴാണ് ഗൗരിയമ്മ കുഞ്ഞിനെ നോക്കുന്നത്. പണ്ട് ശ്രീകുട്ടൻ കുഞ്ഞായിരുന്നപ്പോഴത്തെ അതേ മുഖം. പക്ഷേ അവർക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഇത് ആരുടെ കുഞ്ഞാ? അത് പാർവണയുടെ കുഞ്ഞാ. ഓഫീസിലെ റേച്ചൽ മാഡമാണ് മറുപടി പറഞ്ഞത്. എന്തോ ഗൗരിയമ്മയുടെ മുഖം മങ്ങിയിരുന്നു. അപ്പോൾ മോളുടെ ഭർത്താവ്? അതാൻറ്റിക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് കൊനിഷ്ഠമായി ഗായത്രി വന്നതും ധ്രുവ് അവിടേക്ക് എത്തിയിരുന്നു. പെട്ടെന്ന് പറയാൻ വന്നത് പാതിക്ക് വെച്ച് നിർത്തി ഗായത്രി. അമ്മേ, അവരെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചോ? അയ്യോ, വീണമോളെ കണ്ടതും ഞാനത് മറന്നു. ഗായത്രിയുടെ കടന്നൽ കുത്തിയ മുഖം ധ്രുവ് ശ്രദ്ധിച്ചിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.